ഹേ ഗായ്സ്, വെൽക്കം ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. വീര ധീര സൂരൻ VDS അരുൺകുമാർ സംവിധാനം ചെയ്ത്, തേനി ഈശ്വർ ക്യാമറ ചെയ്ത്, GV പ്രകാശ് മ്യൂസിക് ചെയ്ത്, ചിയാൻ വിക്രം, ദുസറ വിജയൻ, SJ സൂര്യ, മലയാളത്തിന്റെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പുതിയ തമിഴ് സിനിമ. ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. തിയേറ്ററിൽ നല്ല നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ചിയാൻ വിക്രം എന്ന ആക്ടറുടെ കാര്യം നമുക്കറിയാം. പുള്ളിക്കൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അതിനെ എത്തിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തിച്ചു വെക്കും. ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇതിൽ കാലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചിയാൻ വിക്രം ചെയ്യുന്നത്. കിട്ടില്ലെന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ലുക്കും അപ്പിയറൻസും കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു. ഒരു നോർമൽ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഓർഡിനറി മാനാണ്. പക്ഷേ അതിനപ്പുറം അയാൾക്ക് മറ്റൊരു കാലം ഉണ്ടായിരുന്നു. വീണ്ടും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. രണ്ടാം ഭാഗം പാർട്ട് 2 ആയിട്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ചുകൂടി ആ പഴയ വിക്രം ആരാണ് എന്ന് കാണിക്കുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. എനിവേ, ഈ ഒരു കാലി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് രക്ഷയില്ല. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ്. ഇമോഷൻസ് ആയാലും ഫൈറ്റ് സീൻസ് ആയാലും അല്ലെങ്കിൽ ഒരു അടി കൊണ്ട് തളർന്നു കിടക്കുന്ന സമയത്തായാലും ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം കിടലിനാണ്. അത് കൂടുതൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. സിനിമ കാണുന്ന നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ തങ്കളാനിലായാലും പോലും വിക്രത്തിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് എല്ലാം കിട്ടുമായിരുന്നു. അതേപോലെയാണ് ഇതിലും കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളെയും മാക്സിമം ചെയ്തു വെക്കുന്ന നടനാണ്. വിക്രത്തോടൊപ്പം കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു വില്ലൻ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലെ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ മലയാളത്തിൻ്റെ സുരാജ് വെഞ്ഞാറമൂട്, സുരാജ് ഏട്ടൻ. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റത്തെ തമിഴ് സിനിമയാണെന്ന് തോന്നുന്നു. സെയിം ഈ പറഞ്ഞ പോലെ കട്ടക്കാണ് പുള്ളി ഇതിൽ നിൽക്കുന്നത്. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട്. തുടങ്ങുന്ന മുതൽ എൻഡിങ് വരെ ആ ക്യാരക്ടറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണോ അത് അതേപോലെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. ഒരിടത്ത് പോലും അധികം താഴാണ്ട് നമുക്കങ്ങനെ ഇത് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ അങ്ങനെ തോന്നിക്കാണ്ട് കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയൊക്കെ സെറ്റായിരുന്നു. ചില സ്ഥലങ്ങളിൽ ആ ഒരു എന്താ പറയുക, തമിഴ് സംസാരിക്കുന്നതിൽ ചില സമയത്ത് നമുക്കൊരു നോർമൽ സ്പീക്കിംഗ് നമുക്ക് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തമിഴിൽ പുള്ളി തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുസറ വിജയൻ നമുക്കറിയാം, കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളെങ്കിലും കൂടുതലും ഒരു റഫ് ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടേഴ്സാണ് പൊതുവെ ദുസറ വിജയൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ റായനിലായാൽ പോലും ആ ഒരു ക്യാരക്ടറിന് ഒരു റഫ്നെസ് ഉണ്ട് അല്ലേ. അതേ ആ ഒരു റേഞ്ചിൽ വരുന്ന അതേ ക്യാരക്ടറാണ് ഇതിലും ദുസറ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയത്ത് ഫൈറ്റ് സീൻസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിക്ക് ആ ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ SJ സൂര്യ നമുക്കറിയാലോ, പുള്ളിയുടെ റേഞ്ച് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ഭയങ്കര ഓവറായിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാണ്ട് കറക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ എന്താണോ ക്യാരക്ടറിൻ്റെ ആ ഒരു രീതി അത് അതേപോലെ ആ ലെങ്ത്തിൽ അങ്ങ് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞത്. പിന്നെ മാലാപാർവതി ഉണ്ട്, ഓർക്കുമാട്ടെന്ന് പേര് വരുന്ന മാലാപാർവതി കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പുള്ളിയുടെ പേരും ഓർമ്മ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, രസമുണ്ടായിരുന്നു. പിന്നെ GVPയുടെ മ്യൂസിക് പൊതുവേ നമുക്കറിയാം. GVP ഒരു മ്യൂസിക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് സെറ്റാക്കി വെക്കുന്ന മനുഷ്യനാണ്. ഇതിലൊരു BGM സ്കോറിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. മോനെ പടത്തിന് നല്ലൊരു ഒരു റേഞ്ചിലെത്തിക്കുന്നത് GVPയുടെ മ്യൂസിക് തന്നെയാണ്. പ്രത്യേകിച്ച് സോങ്സ് ആയാലും BGM ആയാലും. വിക്രമിന് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നോർമൽ ഇൻട്രോ ആണ്. പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻട്രോ ഒന്നുമില്ല, സ്ലോ മോഷൻ കാര്യങ്ങളല്ല, നോർമൽ ഇൻട്രോ ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ കുറച്ചും കൂടി ഒരു റഫായിട്ട് കയറുന്ന സമയത്ത് ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് സീനിൽ ചെയ്യാൻ വരുമ്പോൾ വിക്രം വരുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഉണ്ട് GVPയുടെ. മോനെ ഒരു രക്ഷയില്ല, കിട്ടിലൻ സാധനമാണത്, കിട്ടിലൻ സാധനം. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വിക്രമിന് ആ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ക്ലൈമാക്സിലും കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ടായിരുന്നു. അരുൺകുമാറിൻ്റെ സംവിധാനം നമുക്കറിയാം. ലാസ്റ്റ് ചിത്തയാണ് പുള്ളി ചെയ്ത ഫിലിം. അതിൽ മൊത്തം ഇമോഷൻസ് കൂടുതലുള്ള സിനിമയാണ്. അതിൽ നിന്ന് ഈ ഒരു മാസ് മിക്സിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ലെവലാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ഡയറക്ഷനാണ്.
ഇതിൻ്റെ ഒരുപാട് സൈഡുകളുണ്ട് ഈ സിനിമക്ക്. അതൊക്കെ അതിൻ്റെ അതേതായ രീതിക്ക് ഒരു പൊടിപ്പൊന്നൊന്നും ചേർക്കാണ്ട് അല്ലെങ്കിൽ എവിടെ ഒന്നും ഡൗൺ ആവാണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ലെങ്ത് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ തേനി ഉണ്ടാക്കിയ DOPയുടെ തേനി ഈശ്വറിൻ്റെ ക്യാമറ വർക്ക്, കൂടുതലും നൈറ്റ് ഷോട്ട്സ് ആണ് ഇതിൽ വരുന്നത്. അതിൻ്റെയൊക്കെ ലൈറ്റിങ് കാര്യങ്ങൾ, ആംഗിൾസ്, ഫ്രെയിംസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും ഈ സിനിമ അടിപൊളിയാണ്. എനിക്ക് സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്താണ്. ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത്, 2.25 മണിക്കൂറിന് മേലുണ്ട്. 2 മണിക്കൂർ 50 മിനിറ്റിൻ്റെ അടുത്ത് ഉണ്ട്. അത്ര ലെങ്ത് വേണ്ടായിരുന്നു, കുറച്ച് കുറക്കാമെന്ന് തോന്നി. കാരണം ഈ ഒരു ലെങ്ത് സിനിമയെ പലയിടങ്ങളിലും ഒന്ന് ഇഴപ്പിക്കുന്നുണ്ട്, ഒരു ഇഴച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് നമുക്കൊരു ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തത് ഈ സിനിമയിൽ. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം അത് മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള പ്രേക്ഷകരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസ്, ആ സിനിമക്ക് നേരെ അവരുടെ റിയാക്ഷൻസും റെസ്പോൺസും പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റും, അല്ലേ? ഇപ്പോൾ സിനിമ നല്ല രീതിക്ക് പോകുന്നതാണെങ്കിൽ നല്ല നമ്മളെ എൻഗേജിങ് ആക്കിയിട്ട് പിടിച്ചിരുത്തുന്ന, അത് കിഴച്ചിൽ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ടപ്പേ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിൽ അതേപോലെ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പം കാണുന്ന നമുക്കതിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു എഫക്റ്റ് തോന്നും. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിനിമ കാണാൻ പോയത്. തിയേറ്ററിൽ ആൾ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു എമ്പുരാൻ സമയത്ത് ഇത് ക്ലാഷ് വെച്ചുകൊണ്ടായിരിക്കാം, എമ്പുരാന് അധികം ആൾക്കാരും പോകുന്നതുകൊണ്ട് ഇതിന് പൊതുവെ ഓഡിയൻസ് കുറവാണ്. അപ്പോൾ ഉള്ള ആൾക്കാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവരെടുത്തായാലും ഒരു റിയാക്ഷൻസ് വരുന്നത് കുറവാണ്. കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് സീനിലൊക്കെ ഒരു കിടലൻ സീനുണ്ട്. ചിലതൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ആ സമയത്ത് GVPയുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ആ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് റെസ്പോൺസ് തിരിച്ചു വരാത്തതുകൊണ്ട് നമുക്കതൊരു കറക്റ്റ് കയറാത്ത പോലെയാണ്. എനിവേ, എന്തായാലും നിങ്ങളിത് സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണമെന്നില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഈ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ത്രൂ ഔട്ടും കിടിലൻ പെർഫോമൻസ് ആണ്, കിടിലൻ മേക്കിംഗ് ആണ്, കിടിലൻ മ്യൂസിക് ആണ്. ഓൾ അറൗണ്ട് സിനിമ അടിപൊളിയാണ്. സോ ഗോ ടു യുവർ നിയറസ്റ്റ് തിയേറ്റർ ആൻഡ് എൻജോയ് ദിസ് സിനിമ. ആൻഡ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.